പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നാം ഇവിടെ 4 ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് യുണീക്ക്, രണ്ടാമത്തത് ഫിൽട്ടർ, മൂന്നാമത്തത് ടെക്സ്റ്റ് ജോയിൻ, നാലാമത്തത് സം ഇഫ്. എങ്ങനെയാണ് ഈ 4 ഫങ്ഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു എക്സൽ ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു തരത്തിലേക്ക് ആക്കി മാറ്റണം. ഈ ഒരു ടേബിൾ പാർട്ട് നമ്പർ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഈ പാർട്ട് നമ്പർ ഒറ്റ സെല്ലിലായിട്ട് മാറ്റണം. അതുപോലെ തന്നെ ഈ ബിൻ A1, A2, A2 ബിൻ B1 എന്നുള്ളത് പാർട്ട് നമ്പർ PRT 1001ന്റെ ബിന്നുകളാണ്. അത് നമുക്ക് ഒറ്റ സെല്ലിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് സം ചെയ്തിട്ട് ഇവിടെ കിട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ 4 ഫങ്ഷൻസ് ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നാം യുണീക്ക് എന്ന ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ള ഈ കോളത്തിലുള്ള പാർട്ട് നമ്പേഴ്സ് നമ്മൾ കൊണ്ടുവരികയാണ്. നമുക്ക് ഇതിൽ എത്ര യുണീക്ക് പാർട്ട് നമ്പർ ഉണ്ട്? ടോട്ടൽ 5. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കോളത്തിൽ ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്യണം. എന്താണ് ഫിൽട്ടർ ചെയ്യേണ്ടത്? ഫിൽട്ടർ ചെയ്യേണ്ടത് ഈ ഒരു ബിൻസ് ആണ്. ഈ ബിൻസ് ഫിൽട്ടർ ചെയ്യും. അപ്പോൾ ബിൻസ് ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പാർട്ട് നമ്പറുകളിൽ ഏതെങ്കിലും പാർട്ട് നമ്പർ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബിൻ PRT 1001ന്റെ 3 ബിൻ ഇവിടെ കിട്ടും. പക്ഷെ ഈ 3 ബിന്ന് ഇവിടെ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. പിന്നെ എങ്ങനെയാ? ഈ 3 ബിന്നും നമുക്ക് ഈ ഒരൊറ്റ സെല്ലിലാണ് കിട്ടേണ്ടത്. അതിനു വേണ്ടിയിട്ട് നാം ടെക്സ്റ്റ് ജോയിൻ എന്ന ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ജോയിന്റെ ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെലിമിറ്റർ ആണ്. നമുക്ക് കോമ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഓരോ ബിന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഡബിൾ കോട്ട്സ്, കോമ, വീണ്ടും ഡബിൾ കോട്ട്സ്, കോമ. പിന്നെ രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് എംപ്റ്റി സെൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ട്രൂ കൊടുക്കുക, ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഫാൾസ് കൊടുക്കുക. നമ്മുടെ കേസിൽ നമുക്ക് ട്രൂ കൊടുക്കാം. കോമ, പിന്നെ ഈ ഫിൽട്ടർ എന്ന് പറയുന്ന ഈ ഭാഗം ഇവിടെ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ PRT 1001ന്റെ 3 ബിന്നുകൾ, ഈ ബിൻ A1, ബിൻ A2, ബിൻ B1, ഇത് മൂന്നും ഒറ്റ സെല്ലിലായിട്ട് വന്നിട്ടുണ്ട്. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള PRT 1002ന്റെ 3 ബിന്നുകൾ ഇവിടെ വരും. ഇനി നമ്മുടെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് യുണീക്ക് എന്ന ഫംഗ്ഷൻ. ഇവിടെ ടെക്സ്റ്റ് ജോയിൻ, പിന്നെ ഫിൽട്ടർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സം ഇഫ്. ഇനി സം ഇഫ് ഉപയോഗിച്ച് ഈ ഒരു പാർട്ട് നമ്പർ ഈ 3 ബിന്നിലും കൂടി എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതാണ്. 50 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഈ 3 സം ചെയ്തിട്ട് ഇവിടെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സം ഇഫ് ഉപയോഗിച്ചുകൊണ്ട് സം ഇഫ് ഈ ഒരു കോളത്തിലുള്ള പാർട്ട് നമ്പറുകൾ ഏതെങ്കിലും ഈ നമ്പറുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഈ കോളത്തിൽ നിന്നും സെലക്ട് ചെയ്ത് സം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോർമുലയിൽ കൂടി നമുക്ക് ആ സം ഇഫ് എന്ന ഫോർമുലയിൽ കൂടി നമുക്ക് ആ ക്വാണ്ടിറ്റി കിട്ടും. ഇത് 3 കൂടി ആഡ് ചെയ്താൽ 50. ആ 50 ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ടേബിൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു മെച്ചം എന്ന് വെച്ചാൽ നമ്മൾ ഈ 4 ഫങ്ഷൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. നമ്മുടെ കയ്യിലുള്ള ടാസ്കിനനുസരിച്ച് നമുക്ക് അവൈലബിൾ ഉള്ള എക്സൽ ഫോർമുലാസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ടാസ്ക് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് മെമ്മറിയിൽ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ബൈ.